ജനിച്ചതിന് ശേഷം 2023 ഈ ഒരു ഈണം എന്നൊരു കൂട്ടായ്മയ്ക്ക് രൂപം വന്നതിന് ശേഷം നമ്മൾ കുറേ പേര് ആ ഫാമിലി ഗ്രൂപ്പിലേക്ക് വന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത് ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് അതിലുപരി ഒരു കുടുംബ കൂട്ടായ്മ മാതിരിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും എല്ലാ ആഘോഷങ്ങളും നമ്മൾ മതിമറന്ന് പങ്കെടുക്കുന്നവരാണ് അല്ലേ. അപ്പൊ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫാമിലി ഗ്രൂപ്പിൽ ഈ ആഘോഷങ്ങളെല്ലാം കൂടിച്ചേരുന്നതിൽ ഒപ്പം തന്നെ നമ്മുടെ ഈ ഈണത്തിലും നമ്മൾ ഈ ഓണം കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഈ ഓണത്തിന്റെ ഈ വൈബ്, ഓണത്തിന്റെ സന്തോഷകരമായ ഈ ഉത്സവ ഛായ ഈ വരുന്ന ദിവസങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലും ഈ ഈണം ഗ്രൂപ്പിലും നിലനിൽക്കട്ടെ. ആ ഒരു കൂട്ടായ്മ അതിന്റെ ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. കൂട്ടത്തിൽ തന്നെ ഇനിയും കൂടുതൽ ആളുകൾ, ഇതിലും കൂടുതൽ സംഗീത പ്രേമികൾ, സംഗീത ആസ്വാദകർ നമ്മുടെ കൂട്ടത്തിലേക്ക് വരട്ടെ. അതിനെ എല്ലാവരും അവരുടേതായ രീതിയിൽ പ്രത്യേകം ആക്ഷൻസ് എടുക്കുക, അല്ലെങ്കിൽ പ്രത്യേകം ഉദ്യമങ്ങൾ നടത്തുക. നമ്മുടെ ഈ കൂട്ടായ്മയെ ഇനിയും ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു അജണ്ട പോയിന്റായിട്ട് ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഈണത്തിൽ ഡയറക്റ്റ് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരും നമ്മുടെ ഈ ഈണം കൂട്ടായ്മയുടെ കൂടെ ഒരുമിച്ച് സമാന്തരമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അഭ്യുദയകാംക്ഷികൾ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഈണത്തില് ഡയറക്റ്റ് മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ നമ്മൾ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ മാസത്തിലും പീരിയോഡിക്കലായി നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈണം റോൾസിൽ ഡയറക്റ്റ് ഇല്ലാത്ത ആൾക്കാർ എല്ലാവർക്കും അങ്ങോട്ടും അറിയില്ല. അവരാ ജസ്റ്റ് പേരൊന്നും പറഞ്ഞ് ഒന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 2-3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈണത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും അങ്ങോട്ടും എല്ലാവർക്കും അറിയുന്നതാണ്, എക്സെപ്റ്റ് സം ഫ്യൂ ന്യൂ മെമ്പേഴ്സ്. ഈണത്തിന്റെ കണക്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ലിങ്കുകൾ വെച്ചിട്ട് നമ്മുടെ അഭ്യുദയകാംക്ഷികൾ നമ്മളുടെ ഈണം ഇനി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം കൊണ്ട് നമ്മുടെ യാത്രയോടൊപ്പം നമ്മളെ എന്താ പറയുക മുന്നോട്ട് നയിക്കാനായിട്ട്, മുമ്പോട്ട് തള്ളി വിടാനായിട്ട്, അതിന് ശരിയായ രീതിയിൽ ഉള്ള മൊയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പലരും ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. സോ അവരോടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ആ പേരും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെട്ടാൽ വളരെ നന്നായിരിക്കും വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഓണം സമയത്ത്, ഓണത്തിന്റെ ആഘോഷവേളയിൽ, നമ്മുടെ ഈണത്തിന്റെ ഓണം കൂട്ടായ്മ സമയത്ത് എല്ലാവർക്കും ഹൃദയംഗമമായ ഓണ ആശംസകൾ. നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ ഓണത്തിന്റെ ഈ ഉത്സവ ഛായ നമ്മുടെ എല്ലാ ദിവസങ്ങളിലും, മുന്നോട്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിച്ച് ഓണം വൈബ് അല്ലെങ്കിൽ ഓണം ഫെസ്റ്റിവലിന്റെ അറിവ് നമ്മോട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരെയും ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഒത്തൊരുമയും കാംക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടെ ഓണാശംസകൾ നേരുന്നു. ഹൃദയംഗമമായ ഓണാശംസകൾ. ഈണം കുടുംബത്തിലേക്ക് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി മഹാബലി തമ്പുരാൻ വരുന്നുണ്ട്. ആ തമ്പുരാനെ സ്വീകരിക്കുന്നതിനായി നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണ്
സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഉണർത്തിക്കൊണ്ട് മഹാബലി തമ്പുരാൻ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ വേദിയിൽ വരുന്നതാണ്. ആത്മവിളിയോടെ, കുരവയോടെ, ആർഭാടപൂർവം നമ്മൾ സ്നേഹത്തോടെ മഹാബലി തമ്പുരാനെ വേദിയിലേക്ക് ആനയിക്കുകയാണ്. എല്ലാ കുടുംബാംഗങ്ങളും സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നമ്മുടെ തമ്പുരാനെ മഹാബലി തമ്പുരാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങയുടെ വരവ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈണ കുടുംബത്തിന്റെ എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മളെ കാണുവാനും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനുമായി മഹാബലി തമ്പുരാൻ നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. മഹാബലി തമ്പുരാൻ സ്നേഹത്തോടെ ആസനസ്ഥനായ മലയാള ചുണ്ടിൽ പലരോണ പാട്ട് ഭദ്രദീപം കൊടുക്കുന്നതിന് വേണ്ടി ഈണത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റുള്ള അഭികാംക്ഷവും മഹാബലി തമ്പുരാനും വന്ന് ഭദ്രദീപം കൊളുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. या देवी सर्वभूतेषु प्रेमरूपेण संस्थिता नमस्तस्यै 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 नमो प्रेमरूपेण संस्थिता नमस्तस्यै नमस्तस्यै नमस्तस्यै
ഈ അമ്പലക്കൽപ്പടവ് കഥയിലെ രാജകുമാരൻ ഗോപകുമാരൻ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന മഹാബലി തമ്പുരാനെ സ്നേഹപൂർവ്വം ഒരു പൊന്നാട അണിയിക്കുന്നു. അതിനായി നമ്മുടെ സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റുള്ളവരെല്ലാവരും വേദിയിലേക്ക് ചേരുന്നു. നമ്മുടെ ഒരു സന്തോഷം മഹാബലി തമ്പുരാനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. നല്ലൊരു കൈയ്യാവും. പ്രഭു, ഏറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആകാംക്ഷയോടുകൂടി അങ്ങയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ എത്തി ഇവിടെ ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളോടും എത്തി അങ്ങേക്ക് ഞങ്ങളുടെ വിനീത പ്രണാമം. സന്തുഷ്ടനാണ്. ഈളം ഗ്രൂപ്പിലെ, അതായത് ഈ കൂട്ടായ്മ, എൻ്റെ പ്രജകൾ, നമ്മുടെ പ്രജകൾ എല്ലാവരും സന്തോഷമായി ഈ ഓണം ആഘോഷിക്കാൻ നമ്മെ ഇവിടെ ക്ഷണിച്ചതിനും നിങ്ങളുടെ ഒപ്പം ഓണം ആഘോഷിക്കാൻ എത്താൻ കഴിഞ്ഞതിനും ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. നന്ദി പ്രഭു. ഏതായാലും പ്രജകൾ കൂടി ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങയുടെ സാദര സാന്നിധ്യങ്ങളുടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോകരുത്. വിശാലായ സദ്യ കഴിച്ച് അങ്ങ് മടങ്ങാവോ? തീർച്ചയായും തീർച്ചയായും. സന്തോഷം പ്രഭു. പ്രഭു ആസനസ്ഥനായ
നമുക്ക് പ്രിയമുള്ള ഒരു കലാരൂപമാണ് തിരുവാതിര കളി. വരട്ടെ, വന്നാലും ഈണത്തിന്റെ തരണീമണികൾ അവതരിപ്പിക്കുന്ന തിരുവാതിര. ഇല്ല ഇവിടെ ഇരിക്കാൻ പോലെ ഒരു ഗാനം ആലപിക്കുക. നമ്മുടെ നടുക്കാക്കിരുത്തു, നടുക്കിരുത്തു. നമ്മൾക്കായി നമ്മുടെ മഹാബലി തമ്പുരാൻ ഒരു ഗാനം ആലപിക്കുന്നത്. ഹലോ, പ്രിയമുള്ള ഈണം പ്രജകളെ,
നമ്മളുടെ ഒരു ഓണഗാനം ശ്രമിക്കും. മണിപ്രവാളം പൊഴിയും മാണിക്കൈ വിരലിൽ പവിത്രമോതിരം ചാർത്തി സൂര്യഗായത്രി തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തൂവൽ ഉടഞ്ഞു വെണ്ണിലും ഈ മണ്ണിലും നിളവാടുമ്പോൾ പുലരിയതിലാടുമ്പോൾ സൂര്യവദനം ദീപനാളങ്ങൾ തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തൂവൽ ഉടഞ്ഞു വെണ്ണിലും ഈ മണ്ണിലും കാവിനുള്ളിൽ പൂക്കാലം ദേവാരം തൂകു ചൂടുമ്പോൾ തൃക്കാപ്പുനൃത്തം വയ്ക്കും തൃക്കാലക്കാവിനുള്ളിൽ പൂക്കാലം ദേവാരം തൂകു ചൂടുമ്പോൾ കുന്നത്തും കോലോത്തും കണ്ടില്ലേ
മിക നന്ദി, സന്തോഷം. താങ്ക് യു തമ്പുരാൻ. അതെന്താണ്? തമ്പുരാങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ മുമ്പ് ഉപയോഗിച്ച പദം മനസ്സിലായില്ല. മുമ്പിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, വേണമെങ്കിൽ ആവാം. ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ എന്തോ പറയുന്നത് കേട്ടു. ഓ, നന്ദിയുണ്ട് തമ്പുരാനി. അങ്ങനെ പറഞ്ഞാലും ചോദിക്കും മുമ്പിൽ നന്ദി നാളെന്നെയാണോ പറഞ്ഞ് എന്ന് ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ എവിടെ നമ്മുടെ ഇഷ്ടത്തോടന്മാർ? വിജയ അടുത്ത് മറ്റൊരു ഗാനമാണ്. ശ്രീലകം വാഴും വിജയവർമ്മ നമ്മുടെ ഇഷ്ടത്തോടനാണ്. അതുപോലെ തന്നെ നമ്മെ പോലെ മറ്റൊരു രാജാവും നമ്മുടെ കൂട്ടത്തിലുണ്ട്, ശ്രീകുമാർ രാജ. നമ്മുടെ രാജ്യത്ത് 2 രാജാക്കന്മാരോ? നന്നായി നന്നായി, നമുക്കൊരു സപ്പോർട്ട്, അതൊരു ഇംഗ്ലീഷ് പദമാണ്, സഹായമായി. വരൂ, കയറി വരൂ, കയറി വരൂ. മറ്റൊരു മക്ക എത്തിയിട്ടുണ്ട്. അടുത്തത് തമ്പുരാന് വേണ്ടി ഒരു പാട്ടാണ്. വേദിയിലേക്ക് സുനി വരുന്നു. ഓണപ്പൂവേ
ഈണത്തിന്റെ ഭരണി മണികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരയാണ്. വേദിയിൽ കവിത ഉണ്ണികൃഷ്ണൻ, അജിത രമേശ്, ഡെയ്സി, രജിത, രാജശ്രീ, മിനി, ഉല്ലാസ്. വീഡിയോ ക്യാമറ റെഡിയല്ലേ? ലൈവ്
കേമം കെങ്കേമം ഗംഭീരം. നമ്മുടെ കുട്ടികൾ വന്ന് അഭിപ്രായം പറഞ്ഞു പോയത് കണ്ടില്ലേ? ഭംഗിയായി, വളരെ ഭംഗിയായി. ആനന്ദത്തിലേക്ക് ഇനി ഒന്നും വേണം. ഇഷ്ടംപോലെ പരിപാടി അടുത്തതായി ആഘോഷം കഴിയട്ടെ. അങ്ങേക്ക് വേണ്ടി 2 കലാകാരന്മാർ ചേർന്ന് ഒരു ചെറിയ കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓണാനന്തരാശംസകൾ. നിങ്ങൾ ഇതുവരെ 148 കഥകളാണ് അവതരിപ്പിച്ചത്. ഇത് 149ാമത്തെ കഥകളാണ്. ബുൾബുൾ ഉല്ലാസ് ആൻഡ് കാർത്തികൻ മധുസൂദനൻ അവതരിപ്പിക്കുന്ന 149ാമത് കഥാപ്രസംഗം എന്ന അധിക പ്രസംഗത്തിലേക്ക് സഹൃദരായ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് 3 ലോകങ്ങളിലാണ്. 1 പാതാളം, 2 ഭൂമി, മറ്റൊന്ന് ആകാശം. ഈ ത്രിലോകങ്ങളിൽ നടക്കുന്ന ഈ കഥ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് യാതൊരു നിശ്ചയവുമില്ല. എങ്ങുന്നോ പൊട്ടി വന്നു. അതിനൊരു അല്പം വെള്ളമൊഴിച്ച് ഇന്ന് രാവിലെ 7:10 ഞാനത് ഒരു രൂപത്തിലാക്കിയിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള മേന്മകൾ എല്ലാം ഇതിന് നിങ്ങൾക്ക് ദർശിക്കാനാവും എന്ന അഭിമാനത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കഥയുടെ പേര് മാവേലി 2.0. അതാ അങ്ങോട്ട് നോക്കൂ. പാതാളം, നമ്മൾ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത, ഉണ്ടെന്ന് കഥകളിൽ അഥവാ പുരാണങ്ങളിൽ മാത്രം പറഞ്ഞിട്ടുള്ള ആ പ്രദേശം. അവിടെ ഒരാൾ വളരെ ധൃതി പിടിച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്താണ്? ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ മഹാബലി തമ്പുരാൻ. ഇന്നത്തെ കാലത്തിനനുസരിച്ച് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് 3 ഫോൾഡർ കുടയും ആയി അദ്ദേഹം മടക്കി വെച്ച് കുറച്ച് ദിവസം താമസിക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ച് പെട്ടിയിലാക്കി അദ്ദേഹം ഊബർ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കിട്ടുന്നില്ല. ലൈൻ വളരെ ബിസി, നെറ്റ്വർക്ക് വളരെ ബിസി. അവസാനം കഷ്ടിച്ചൊരു ഊബർ ഓട്ടോ കിട്ടി. അദ്ദേഹം പാതാളത്തിലെ പ്രശസ്തമായ പാതാൾ എയർപോർട്ടിലേക്ക് യാത്രയായി. ഭാഗ്യത്തിന് ഒരു തരത്തിലുള്ള ഗതാഗത കുരുക്കുകളും അങ്ങേ അദ്ദേഹത്തിന് അലട്ടിയില്ല. കൃത്യസമയത്ത് ശേഷത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ വിമാനമാണ്. അത് അദ്ദേഹത്തിന് വേണ്ടി ചാർട്ടർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം കയറി വിമാനം പൊന്തി അങ്ങനെ പോയിരുന്നു. കേരളത്തിലേക്ക് നേരിട്ടുള്ള വിമാനം തന്നെയായിരുന്നു ഭാഗ്യത്തിന് കിട്ടിയത്. പക്ഷേ ആകാശ ഗഗനചാരിയായി അദ്ദേഹം കാഴ്ചകൾ കണ്ടിങ്ങനെ മതി വന്ന് അല്പം മയക്കത്തിലിരിക്കുന്ന സമയത്താണ് എയർക്രാഫ്റ്റ് ക്രൂവിന്റെ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസിന്റെ അറിയിപ്പ് വന്നത്. ചില സാങ്കേതിക തകരാറ് മൂലം വിമാനം കേരളത്തേക്കില്ല, പതിച്ച് തലസ്ഥാനമായ ഡൽഹി ഇന്ദ്രപ്രസ്ഥത്തിലാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യമുണ്ടായത്. അദ്ദേഹം അവിടെ എല്ലാവരെയും പോലെ തന്നെ ഇറങ്ങി. അദ്ദേഹത്തിന്റെ വേഷം ഈ കാണുന്നത് പോലെ രാജാവിന്റെ വേഷം എന്നല്ല, എല്ലാവരിലും ഒരുവനായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം തിരിച്ചറിഞ്ഞൽ പ്രശ്നമല്ലേ, അതുകൊണ്ട് വളരെ സാധാരണക്കാരനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോ ഏജന്റ് ഏർപ്പാടാക്കിയ ആൾക്കാര് പ്ലക്കാർഡുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരൊരു കോഡ് ഉണ്ടായിരുന്നു, മാ വി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആ കോഡ് കണ്ട അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഏജന്റിന്റെ അടുത്തേക്ക് പോയി. ആ ടാക്സിയിൽ അദ്ദേഹം വേഗം തന്നെ രാജധാനി എക്സ്പ്രസ് ആണ് ഉദ്ദേശിച്ചത്, കിട്ടിയില്ല. കേരള എക്സ്പ്രസ് അതിൽ കയറി കൂടി. കേരള എക്സ്പ്രസ് അത്ര വേഗം നമ്മുടെ രാത്രിക്ക് എത്തില്ല, എന്തായാലും നിർത്തിയില്ല, അതിൽ കയറി യാത്ര തുടങ്ങി.
അതിലെ ഇതേപോലെ ഓണം ആഘോഷിക്കാൻ കേരളത്തിലേക്ക് വരുന്ന ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു, പലരുണ്ടായിരുന്നു. അതിലൊരു വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി പാടാൻ ആരംഭിച്ചു. അതിനു മുമ്പ് മാവേലി പാതാളത്തിലിരുന്നപ്പോ ഒരു പാട്ട് മാവേലി സൂചിപ്പിച്ച മൂളിയ ഒരു പാട്ടുണ്ട്. എന്താണ്? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി കേരളം കൊതിക്കാറുണ്ടെന്നും തിരികെ വരും നേരം കാത്തു നിൽക്കാനായി ഒരുപാട് പ്രജകളുണ്ടവിടെ എന്ന ഗാനം മനസ്സിലിങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് വരെയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് കയറി ട്രെയിനിന്റെ യാത്രക്കാരിൽ നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാളിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂറു പോലുള്ളൊരു നാലുകാലോരപ്പുരയുണ്ട് നാളികേരത്തിന്റെ. അങ്ങനെ പാട്ടും കളികളും ചിരികളും തമാശകളുമായിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് പോയി. വണ്ടി ട്രെയിൻ നീങ്ങി. വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ചിലർ ലേസ്, ചിലർ കുപ്പികൾ, ചിലർ ഭക്ഷണങ്ങൾ, അങ്ങനെ അവരവർക്ക് താല്പര്യമുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുമായിട്ട് ഇടപഴക്കിക്കൊണ്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ഉത്തർപ്രദേശ് മധ്യപ്രദേശൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഒരു മുക്കാൽ ട്രൗസർ ഇട്ടിട്ട് കൂടി നടന്നിട്ട് കടപടോ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണോ. ആരാ? വേറെ ആരുമില്ല, നമ്മുടെ മൈക്കിളച്ചായന. അദ്ദേഹം തായ്ലാൻഡിൽ പട്ടായ പോയത് ആവേശം തീരാതെ പിന്നെ അതേ ആഗ്രഹത്തിൽ ഇങ്ങനെ ഓടി നടക്കുക, അങ്ങോട്ട് പോവാ. ആ വിശേഷങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് തീർന്നില്ല. വളരെ രസമായിട്ട് എനിക്കിട്ട് ഉറക്കാൻ പോണവരെ ഉറക്കത്തിന് വിളിച്ചു നിർത്തിയിട്ടൊക്കെയാണ് ഇവിടെ ഇല്ല. അപ്പൊ ഈ രീതിയിലുള്ള കാഴ്ചകളാണ്. ഒരാള് മാത്രം ജനലരികില് അല്പം ചിന്താമഗ്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം തളവും കടി പോക്കൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. എന്താണ് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നത്? നിശബ്ദനാണ്, അധികം ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ തികഞ്ഞ ഗൗരവം, ഒന്നും സംസാരിക്കാൻ തോന്നുന്നു. അവസാനം ചോദിക്കാനായിട്ട് എന്താ പറ്റിയത്, എന്താ വിഷമം എന്നെന്തെങ്കിലും ചോദിക്കണം എന്നുണ്ട് സഹയാത്രകർ. പക്ഷെ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ ഭാവം അത്രത്തോളം ഒരു ഗൗരവം നൽകുക. അപ്പൊ ആരും എടുത്തില്ല. എന്തിനേറെ മൈക്കിളച്ചായ മുന്നിൽ പോയി അതേപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് എന്തോ കേട്ടു തോന്നുന്നു. അപ്പൊ അതേപോലെ തന്നെ പോകുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ വന്നു. നമ്മുടെ പാലക്കാട് പുലർച്ചെ എത്തി. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാന്ത. ഈ പാട്ട് കേട്ടോടുകൂടി ഇദ്ദേഹം ഉറക്കത്തുനിന്ന് നമ്മുടെ ഫാമിലി ഉണർന്നു. വളരെ സന്തോഷമായി. കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ സന്തോഷമായി അല്ലേ? അപ്പൊ കേരളത്തിലെത്തി എന്താ പ്രത്യേകത? കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മണം. കേരളം കേളി കൊണ്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേളി സദനമാവൻ കേരളം. വളരെ വളരെ ആഹ്ലാദ ചിത്തനായി മാവേലി കണ്ണും തിരുപ്പി പുറത്തു വന്നു. ഒരു ചായ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള കാത്തിരിപ്പിലേക്ക് കാപ്പി. ആ ചായ പോലെ തോന്നിക്കുന്ന ആ ദ്രാവകം അദ്ദേഹം മോന്തി. അദ്ദേഹത്തിന് ഉണർവ് കിട്ടിയോ വീണ്ടും ഉറക്കത്തിലേക്ക് വീണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഒരു ചെറിയൊരു ഇടക്കാലാശ്വാസമായി അദ്ദേഹം വന്നു. നേരെ തൃശ്ശൂരത്തേക്ക് കുറച്ചുകൂടി വെളിച്ചായി. അദ്ദേഹം നേരത്തെ തന്നെ ഓണത്തലേന്നാ പറഞ്ഞത്. ഓണത്തലേന്ന് ഉത്രാടത്തിന്റെ അദ്ദേഹം എത്തിയത്. അപ്പൊ എന്താ, ഉത്രാടത്തിന്റെ നിന്ന് എറണാകുളത്തേക്ക് ജോലിക്ക് കയറുന്ന കുറച്ച് ആൾക്കാർ തൃശ്ശൂരിൽ കയറി. അപ്പൊ അവിടുത്തെ ഭാഷയിലാണ് സംസാരിക്കേണ്ടവാ. ഓണത്തിന് പുലിക്കളിക്ക് സുരേഷ് ഏട്ടാ വരുന്ന പറഞ്ഞേ. സുരേഷ് ഏട്ടനാ അയാള് കേന്ദ്രമന്ത്രി ശേഷം അങ്ങനെ വലിയ കരിപ്പിലാണല്ലോ. അല്ലടാ നമ്മളെ വരും. എങ്ങനെയാ ആംബുലൻസിലായിരുന്നേ? ആംബുലൻസ് പ്രശ്നം നീ തൃശ്ശൂർന്ന് ആംബുലൻസിൽ വന്നു എന്തൊക്കെയാ? അപ്പൊ മൈക്കിളച്ചായി തന്നെ കേട്ടപ്പോ ആവേശായി. എന്താണ്? വേണം അടുത്തൊരമ്പലം വേണം. എല്ലാരും പാടും. ആലിനു ചേർന്നൊരു കുളവും വേണം, ആലായം അടുത്തൊരമ്പലം വേണം, ആലിനടുത്തൊരു കുളവും വേണം.
കുളം വേണം. എന്ത് കുളം വേണം? എറണാകുളം വേണം. ആ അങ്ങനെ തൃശ്ശൂര് കഴിഞ്ഞു. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാവനം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഈ ജാതി കാഴ്ചകൾ ചാലക്കുടി പുഴയും മറ്റും കണ്ട് ആനന്ദിച്ച് അങ്കമാലി വിമാനത്താവളങ്ങളോ ഇവിടെ ആണല്ലോ ഞാൻ ഇറങ്ങേണ്ടിയിരുന്നത് എന്ന ഇച്ഛാബന്ധത്തോടുകൂടി മാവേലി ഇടതുവശത്ത് തിരിഞ്ഞു. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഇടതുവശത്താണ് വിമാനത്താവളം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ കണ്ട് നേരെ എറണാകുളത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങി നേരെ അദ്ദേഹം എടപ്പള്ളിക്ക് മെട്രോയിൽ കയറി. ഓക്കെ, മെട്രോയിലേക്ക് കയറി വന്നിട്ട് എടപ്പള്ളി ഇറങ്ങാത്ത കാര്യം ചങ്ങമ്പുഴ പാർക്കിലേക്കാണ് അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നത്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം ഈണത്തിന്റെ ഓണാഘോഷമുണ്ട്, അതിൽ പങ്കെടുക്കണിച്ചിട്ട് തന്നെ പറഞ്ഞിരിക്കാം. ഇറങ്ങി ചങ്ങമ്പുഴ പാർക്കിൽ ഓട്ടോറിക്ഷ വേണോ അതോ നടന്നു പോയാൽ മതിയോ എന്നുള്ള ചിന്തയിൽ ജസ്റ്റ് അപ്പോഴാണ് റേഞ്ച് വന്നിട്ട് വീണ്ടും ശബ്ദം കിട്ടുക. ഈണത്തിന്റെ സെക്രട്ടറി മെസ്സേജാണ്. എന്താ? ഈണത്തിന്റെ ഓണാഘോഷം 20/9/2025. കഷ്ടായി. എന്താ ചെയ്യാ? 4-ാം തീയതി ഉച്ചയ്ക്ക് എത്തിയ ആൾക്ക് ഇനി 20-ാം തീയതി വരെ കാത്തിരിക്കണം ഈണത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കണം. നിവൃത്തിയില്ല അല്ലേ? ശോകം എന്ത് ചെയ്യും? കുറയുണ്ടില്ലേ മറിമൂർത്തി കണ്ണ, കുറയുണ്ടില്ലേ കണ്ണ, കുറയുണ്ടില്ലേ ഗോവിന്ദ, കണ്ണുകൾ தெரியாமல் இருக்கின்றாய் கண்ணா, கண்ணுக்குள் தெரியாமல் நின்றாலும் எனக்கு குறையொன்றுமில்லை மறைமூர்த்தி கண்ணா. வேண்டியதை தந்திட வெங்கடேசன் என்றிருக்க, வேண்டியது பேரில்லை மறைமூர்த்தி கண்ணா, மகிவண்ணா மலையப்பா ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഇച്ഛാഭംഗത്തോടുകൂടി നിരാശനായി അദ്ദേഹം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിക്ക് വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെ അതിശയിച്ചു. 1 വർഷത്തിനിടയ്ക്ക് ഇത്രയും വലിയ വികസനങ്ങളോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ പണ്ട് മൂളിയ പാട്ട് ഓർമ്മ. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം, തിരയും നുരയും മേലേ ചുഴിയും എരിയും താഴെ. ഈ നഗരത്തിന്റെ ആ ആകർഷണീയത, അതേപോലെ തന്നെ അതിലൊളിഞ്ഞു കിടക്കുന്ന ചതികളും വഞ്ചനകളും കൊണ്ടറിയുന്ന ആ ഒരു അവസ്ഥയിൽ എല്ലാം കൂടി അദ്ദേഹത്തിന്റെ സമ്മിശ്ര പ്രകാരങ്ങൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ നഗരത്തിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാം. എന്തായാലും ഞാൻ വരുമ്പോഴൊക്കെ വീടുകളിലെ സന്ദർശനം നടത്താറുമ്പോൾ കുറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു കളയാമോ? നേരെ അദ്ദേഹം വീണ്ടും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കന്യാകുമാരിയിലേക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് കിട്ടി. നേരെ കോവളത്ത് പോയി. കോവളത്ത് പോയാൽ പണ്ടത്തെ പോലെ മദാമ്മമാരൊന്നും ഇപ്പൊ കാണാനില്ല തോന്നുന്നു. അദ്ദേഹം എന്നാലും ഒന്ന് നടന്നു, കണ്ടു, ഉള്ളതൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് ഒരു 3-4 ദിവസം അവിടെ കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അവിടെ ബി നിലവരുടെ അടുത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ അവിടെ നിറച്ച ആൾക്കാരാ. അവിടുന്ന് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ പോന്നു. അവസാനം ഒരു ഏതാണ്ട് 19-ാം തീയതി ആയി. 19-ാം തീയതി നോക്കി അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിച്ച് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലെ ഇവിടേക്ക് ഇങ്ങനെ വരികയാണ്. ആര്? നമ്മുടെ യഥാർത്ഥ മാവേലി പാതാത്മ വരണം. അങ്ങനെ വരുമ്പോൾ ഈടത്തിന്റെ മഹിളാ സമാജം ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴാണ് അവിടെ ജനനിബിഡമായിട്ടുള്ള ഒരു അവസ്ഥ കണ്ടത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്ന ആള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൈക്കിളച്ചായ, വിജയോർമ്മ, കുറച്ച് ആൾക്കാർ സംഘാടകരുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ആൾക്കാർ വന്നു. അങ്ങനെ അദ്ദേഹം അവരിൽ ഒരാളുടെ കാഴ്ചക്കാരനായിട്ട് ഒരു സ്ഥലത്തിൽ ഇരുന്നു.
ആ ഇരിക്കുന്ന വ്യക്തിയാണ് ശ്യാമളയുടെ പിന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു വരാനിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഇരുന്ന് പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പരിപാടികളുടെ ആരംഭം കുറിച്ചത്. ദേ വരുന്നു അണിയറിൽ നിന്ന് അരങ്ങത്തേക്ക് മറ്റൊരു മാവേലി. ആരാ? നമ്മുടെ സ്വന്തം രാജാമണി ചേട്ടൻ. അദ്ദേഹത്തിന് ആ രാജവേഷം കണ്ട് ഒറിജിനൽ മാവേലി തളർന്നുപോയി. എന്റെ വേഷഭൂഷാദികൾ അവിടെ കിടക്കുന്നു, ഇദ്ദേഹത്തിന്റെ അവിടെ കിടക്കുന്നു. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള ഒരു വേഷപകർച്ചയ്ക്ക് ആ രാജാമണി ചേട്ടൻ ഒരു നിറഞ്ഞ കൈയ്യടി നോക്കി അവർക്ക് കൊടുക്കാം. സന്തോഷം സന്തോഷം. അങ്ങനെ നമ്മുടെ മഹാബലി നമ്മുടെ ഓണത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാം ആസ്വദിച്ചു. സദ്യ കഴിഞ്ഞ് പോകുന്ന നേരം അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, 3 ലോകങ്ങൾ ഭരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജനഹൃദയങ്ങളുടെ അടിമയായിരിക്കുക. അതിനെ ഭരിക്കുന്നതല്ല, അതിനോട് ആ സ്നേഹവും സമർപ്പണവും ആസ്വദിക്കുക എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പതുക്കെ വിടവാങ്ങാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി പാടുന്നു. എന്താണ്? മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആവർത്തനാട്ടില്ല താരം. ഈ വരികൾ പാടി പാടി അദ്ദേഹത്തിന് അല്പം ഘനീഭവിച്ച ഹൃദയത്തോടു കൂടിയിട്ടാണെങ്കിൽ പോലും യാത്രയാക്കാനുണ്ടായത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിലെ കഥയും കഥാസന്ദർഭങ്ങളും സാങ്കല്പികമല്ല. ആരെങ്കിലും കണ്ട് ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളട്ടെ. ഒരു നല്ല കൈയ്യടിയുണ്ട്. പിന്നെ നമ്മുടെ സഹധർമ്മിണിയുടെ നാമം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാൻ കഴിയുമോ? ഒരു കൈ ഉയരുന്നു, 2 കൈ ഉയരുന്നു. നീട്ടി പറയണം, പറയൂ. വിന്ധ്യാവലി. മെടുക്കി മെടുക്കി. അപ്പോ നമ്മളുടെ ഈ ആകാരം സൃഷ്ടിച്ച നമ്മളുടെ സഹധർമ്മിണിക്ക് നിങ്ങളുടെ അനുഗ്രഹം നൽകണം. നോം എല്ലാ വർഷവും വരും. സന്തോഷമാണ്. കള്ളവുമില്ല, ചതിയുമില്ല. നോം ഭരിച്ചിരുന്ന കാലത്ത് എള്ളോളമില്ല, പൊളിവചനം. എല്ലാവരും സമന്മാരായിരുന്നു. ധനികനും ദരിദ്രനും എല്ലാവരും ഒരുപോലെയായിരുന്നു. അതുപോലെ നമ്മളുടെ ഈണം പ്രജകളും നമ്മളുടെ ആ ഒരു ആഗ്രഹം എല്ലാ വർഷവും ഇതുപോലെ തന്നെ മനോഹരമായി തുടരും എന്ന് നാം ആഗ്രഹിക്കുന്നു. തിരുവാതിര നമ്മെ ശരിക്കും ആകർഷിച്ചു വളരെയധികം. കെങ്കേമം. എന്നാൽ അടുത്ത പരിപാടി നടക്കട്ടെ. അടുത്തത് ഒരു ഗാനമാണ്. വേദിയിൽ മൈക്കിൾ ആൻഡ് കവിത ഉണ്ടെങ്കിൽ ഉണ്ണേട്ടാ ഹലോ ഹലോ പൂവേ 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 പൂവേ
ബാസി. പൂവേ 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 മനോഹരമായ ഗാനം നമ്മളുടെ ചങ്ക്
ആണ് ഈ സംഗീതം ചെയ്തത്. പാവം. അടുത്തത് വേദിയിൽ ഒരു ഗാനമാണ്. വേദിയിൽ വരുന്നത് വിജയം. പുല്ലുവഴിയിൽ നിന്നും നമ്മളുടെ ചങ്ക വിജയൻ എത്തിയിരിക്കുന്നു. സന്തോഷം. പകൽക്കിനാവും സുന്ദരമാകും ആലാടിക്കരയിൽ കണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടോ പവിഴക്കൽ കടലിൽ എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽക്കിനാവും സുന്ദരമാകും ആലാടിക്കരയിൽ നോപുരമിട്ടൊരു തിരകൾ കടലിൽ കോപുരനടയിൽ വന്നല്ലോ കാലിൽ തൊട്ടു വിളിക്കുകയാൽ കേൾക്കാതെ എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽക്കിനാവിൽ സുന്ദരമാകും ആലാടിക്കരയിൽ പരിചിതമേതോ ഗാനം പാടി അരികിലായി ഞാൻ നിന്നല്ലോ സുരഭീമാസം തരിവള ചാർത്തിയ മന്നാരത്തിൻ ചുരുളിൽ രാഗമെനിക്കറിയില്ല താളമെനിക്കറിയില്ല താളമെനിക്കറിയില്ല പകൽക്കിനാവിൽ സുന്ദരമായി ആലാടിക്കരയിൽ പുലകാലത്തിൻ പൂമ്പൊടി പുത്തൻ കവിതകളെഴുതി മണ്ണിൽ കരളിലെ മാനിനും കരുക കൊടുത്ത കൽക്കടലിൽ നീ എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽക്കിനാവിൽ സുന്ദരമായി ആലാടിക്കരയിൽ സുന്ദരമായ ആരാധന. സന്തോഷം. പാട്ട് അടുത്തത് ഒരു യുഗ്മഗാനമാണ്. ഉല്ലാസം രചിതയെ ചേർന്ന് പാടുന്നത്. मेरे आसरी
ഒന്നും മനസ്സിലായില്ലെങ്കിലും വളരെ നന്നായിട്ടുണ്ടായിരുന്നു.